നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ വ്യാജ RC കേസിൽ ഒരു വാഹനം കൂടി തിരൂരങ്ങാടി പോലീസ് പിടിച്ചെടുത്തു. പരപ്പനങ്ങാടി കരിങ്കല്ലത്താണി സ്വദേശി ജുനൈദിന്റെ ഉടമസ്ഥതയിലുള്ള KL 11 BF 946 ഹുണ്ടായി i20 വൈറ്റ് കാറാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതോടെ ഈ കേസിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 8ആയി. കേസിൽ ഇതുവരെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ, മിനി സിവിൽ സ്റ്റേഷനടുത്തുള്ള ടാർഗറ്റ് ഓൺലൈൻ ഷോപ്പ് ഉടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലന്തോട് താമസക്കാരനുമായ നെയ്യും, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലന്റെ പുരക്കൽ ഫൈജാസ് എന്നിവരാണ് പോലീസ് പിടികൂടിയിരുന്നത്. കൂടാതെ വ്യാജ RC നിർമ്മിച്ചെന്ന് കരുതുന്ന KL 27 H 73 96, KL 34 F 93 65, KL 26 L 07 26, KL 51 N 51 78, KL 46 T 74 43, KL 75 A 33 46, KL 46 T 74 43 എന്നീ നമ്പറുകളുള്ള സ്കൂട്ടറുകളും കേസിലെ പ്രധാന പ്രതി നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറും നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഓഫീസിലെ ജീവനക്കാരായ കോട്ടക്കൽ പുത്തൂർ സ്വദേശി പ്രക്ഷോഭ്, AR നഗർ കൊളപ്പുറം സ്വദേശി മറിയാമു, തിരൂരങ്ങാടി സ്വദേശി നജീബ് എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ ജോയിന്റ് RTO ഉൾപ്പെടെ മറ്റുള്ളവരെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം ജോയിന്റ് RTO CP സക്കറിയ ലീവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അസുഖത്തെ തുടർന്ന് മെഡിക്കൽ ലീവിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് എന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. പകരം തിരൂർ ജോയിന്റ് RTO സാജു ബക്കറിനാണ് നിലവിൽ ചുമതല. വ്യാജ RCക്കെതിരെ ഒരു വാഹനത്തിന്റെ ഉടമ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നതറിഞ്ഞ് ജൂൺ 24 തിരൂരങ്ങാടി ജോയിന്റ് RTO CP സക്കറിയ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കാതിരിക്കാനും ഓഫീസിലെ ജീവനക്കാരെയും തന്നെയും സംരക്ഷിക്കുന്നതിന് ചർച്ചയിലൂടെ പരാതിക്കാരെ സ്വാധീനിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നതായി ആരോപണമുണ്ട്. അതിനിടെ ജൂലൈ 2 തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ഇതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാവുകയും കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും നിരവധി വാഹനങ്ങളും വ്യാജ RC ബുക്കുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.